ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലീസ് മാത്യു. ഇന്ന് ഇച്ചിരി മഴയൊന്നുമില്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മഴയൊന്നുമില്ലായിരുന്നു. അപ്പം വിചാരിച്ചു അരുവിക്കച്ചാൽ വാട്ടർഫോൾ നല്ലതാണ്, കേരളത്തിലെ ഏറ്റവും ഹയ്യസ്റ്റ് പൊക്കം കൂടിയ വാട്ടർഫോളാണെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, ഞാനും സിസ്റ്ററും കൂടി അതിസാഹസികമായി ഒരു വെള്ളച്ചാട്ടത്തിനുള്ളിൽ കയറിയെന്നേ. ശരിക്കും ആരോട് പറഞ്ഞെന്നാലും വിശ്വസിക്കില്ലെന്നറിയാം. അതുകൊണ്ട് ആ വിശേഷം വിശദമായി ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളെക്കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കേട്ടോ. പക്ഷേ ഈ അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടത്തിൽ ഞങ്ങൾക്ക് ഈ വെള്ളച്ചാട്ടത്തെ തൊടാൻ സാധിച്ചെന്നേ. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാം വിശദമായിട്ട് തന്നെ പറയാം. ഈ അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാലായിലുള്ള പൂഞ്ഞാർ സ്ഥലത്താണ്. ഈ വെള്ളച്ചാട്ടമാണ് കേരളത്തിലേക്കും വെച്ച ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിന് 235 അടി പൊക്കമുണ്ട്. എന്ന് പറഞ്ഞെന്നാൽ 235 അടി പൊക്കത്തിൽ നിന്നുമാണ് വെള്ളം ഇവിടെ കുത്തനെ വന്ന് വീഴുന്നത്. ദേ കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഹൈറ്റ്. ഒരാഴ്ചയായി മഴയില്ലാഞ്ഞതിനാൽ കുറച്ച് വെള്ളം കുറവായിരുന്നു. എങ്കിലും ദേ ഇവിടെ എന്ത് ശക്തിയായിട്ടാണ് വെള്ളം വീഴുന്നതെന്ന് കണ്ടോ. ഈ അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാലായിലുള്ള പൂഞ്ഞാർ എന്ന സ്ഥലത്താണ്. അങ്ങനെ ഞങ്ങൾ കുറുപ്പന്തറയിൽ നിന്ന് അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം കാണാനായിട്ട് പുറപ്പെട്ടു. ഇത് പാലായ്ക്ക് പോകുന്ന വഴിയാണ്. യാത്രയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിലുണ്ടല്ലോ, ഇങ്ങനത്തെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തെ പ്രകൃതി ഭംഗിയൊക്കെ ശരിക്കും ആസ്വദിക്കാമെന്നാണ്. എനിക്ക് ഈ വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴിയിലൂടെ ഡ്രൈവ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. രണ്ട് സൈഡിലും വൃക്ഷങ്ങളത്തെ വനം പോലെയാണ് വളർന്നു നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വനമൊന്നും അല്ല, റബ്ബർ തോട്ടമാണ്. രണ്ട് സൈഡിലും ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കുകൂടെ വലിയ കയറ്റവും ഇറക്കവും ഒക്കെ താണ്ടിയുള്ള ഒരു യാത്രയിൽ വെള്ളിമേഘങ്ങൾക്കിടയിലൂടെ കാണുന്ന നീലാകാശവും ഒക്കെ കൂടി കാണാൻ എന്ത് രസമാണെന്നോ. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇവിടെ ട്രാഫിക് ഒന്നും വലുതായിട്ടില്ല എന്നതിനാൽ ഡ്രൈവിംഗ് ഒക്കെ വളരെ ഈസി ആയിരുന്നു. അങ്ങനെ പാലായും കഴിഞ്ഞ് ഈരാറ്റുപേട്ടയിൽ വന്നു. ഈ ഈരാറ്റുപേട്ട ശരിക്കും ബിസിയുള്ളൊരു ടൗണാണ്. അവിടെ നിന്ന് ഞങ്ങൾ പൂഞ്ഞാറിലെത്തി. പൂഞ്ഞാറിൽ പത്താമ്പുഴ ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം ഈ അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടത്തിൽ വരാനായിട്ട്. ഈ വഴി വളരെ നാരോ ആണ്, പക്ഷേ കാറും ജീപ്പും ഒക്കെ പോകുന്ന വഴി തന്നെയാണ്. ഏതാണേലും അവിടെ പോട്ട് ഹോൾസ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഡ്രൈവിംഗ് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ചില വളവൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ ശരിക്കും റീവേഴ്സ് എടുത്തിട്ടേ പോകാൻ പറ്റത്തുള്ളായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഇടുങ്ങിയ വഴിയാണെങ്കിലും ശരി, നമ്മൾ GPS ഇട്ടാലുണ്ടല്ലോ നമ്മളെ ശരിക്കും പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ കൊണ്ട് നിർത്തുന്നതാണ്. അങ്ങനെ ഞങ്ങൾ GPS വന്ന് നിന്നത് ഒരു റബ്ബർ തോട്ടത്തിലാണ്. റബ്ബർ തോട്ടത്തിൽ വന്നിട്ട് ശരിക്കും ഇഷ്ടം പോലെ പാർക്ക് ചെയ്യാൻ എല്ലാ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ചെല്ലുന്നതിന് പിന്നെ വേറൊരു അടയാളം എന്നാന്ന് വെച്ചെന്നാൽ, അവിടെ ചെല്ലുന്നതിന് തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു കുരിശും കാണാം. ആ കുരിശ് കണ്ടാൽ വിചാരിച്ചോ നമ്മൾ പാർക്കിംഗ് പ്ലേസിൽ എത്തിയെന്ന്. ഇവിടെ വരാനായിട്ട് ശരിക്കും വഴിയൊന്നും തരത്തില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ആൾതാമസമുണ്ട്. നമ്മൾ ഇനിയിപ്പം സംശയം ഉണ്ടെന്ന് പറഞ്ഞ് ആരോടെങ്കിലും ചോദിച്ചെന്നാൽ അവർ വഴിയാണെങ്കിലും പറഞ്ഞു തരികയും ചെയ്യും കേട്ടോ. അങ്ങനെ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ഈ റബ്ബർ തോട്ടത്തിൽ നിന്നും ഏകദേശം ഒരു 300 മീറ്റർ മണ്ണ് വഴിയിലൂടെ നടക്കണം ഈ വെള്ളച്ചാട്ടത്തിലെത്താൻ. ഇവിടെ അങ്ങോട്ട് പോകാനുള്ളൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ നല്ലൊരു വീട് കണ്ടു. അവിടെ പക്ഷേ ആരെയും കണ്ടില്ല, എന്താണെന്ന് അറിയത്തില്ല. ആരെങ്കിലും താമസിക്കുന്നതാണോ അതോ റെസ്റ്റ് ഹൗസ് വല്ലതും ആണോ എന്നും അറിയത്തില്ല. ഹസ്ബൻഡ് റബ്ബർ തോട്ടത്തിൻ്റെ ഭംഗിയും മറ്റും കണ്ട് അവിടെ ഇരുന്നു, കാരണം കുറച്ചേറെ നടക്കാനുണ്ടായിരുന്നു. ഞാനും സിസ്റ്ററും കൂടെ ഒരു ചെറിയ സഞ്ചിയിൽ തുണി നനഞ്ഞാൽ മാറാനായി ഒരു ജോഡി ഡ്രസ്സും ഒക്കെ എടുത്തുകൊണ്ട് നടത്താൻ ആരംഭിച്ചു. വേണമെങ്കിൽ കുറച്ച് ദൂരം കൂടെ കാർ കൊണ്ടുപോകാമായിരിക്കും, പക്ഷേ ഞങ്ങൾ നടക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം ഈ മണ്ണ് വഴിയിലേ ആദ്യമേ ഇങ്ങോട്ട് കുത്തനെ ഇറക്കമാണ്. ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴും നല്ല ഉരുളൻ കല്ലുകളും ഒക്കെയാണ്. അപ്പം അതിനകത്തൂടെ വണ്ടി ഓടിക്കുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചു. പക്ഷേ ബൈക്കൊക്കെ ആണെങ്കിൽ ഇതിന് നമുക്ക് ഈ വാട്ടർഫോളിൻ്റെ തൊട്ടടുത്ത് വരെ എത്താനായിട്ട് സാധിക്കും. ഞാൻ നടക്കുന്നതിൻ്റെ ഇടയിലാണ് വീഡിയോ എടുക്കുകയാണ്. പക്ഷേ സ്മൂത്ത് വഴിയല്ലാത്തതുകൊണ്ടേ ക്യാമറ ശരിക്കും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഭയങ്കര കുഴിയാണ്. കുറേ ദൂരെ നിന്ന് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ കുറേ ദൂരെ നിന്ന് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാം. അതുപോലെ തന്നെ അങ്ങ് ദൂരെ വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാണാം.
ഇത് ഒരുപാട് ദൂരെയാണ്, സൂം ചെയ്തെടുത്തതാണ്. മെയിൻ വെള്ളച്ചാട്ടം അങ്ങ് ദൂരെയാണ് കാണാം. എൻ്റെ പൊന്നെ, നിങ്ങളിത് കണ്ടോ? എന്തോ ഒരു ഭംഗിയാണ്. ഭയങ്കര മലയാണ് അങ്ങേറ്റത്ത് കാണുന്നത് കേട്ടോ. ശരിക്കും ഇവിടെ വന്ന് നേരിട്ട് കണ്ടാലേ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ കഴിയത്തുള്ളൂ. എൻ്റെ ക്യാമറയിൽ പകർത്തിയിരിക്കുന്നതിന് നേരിൽ കാണുന്നതിൻ്റെ പകുതി ഭംഗി പോലും കിട്ടത്തില്ല കേട്ടോ. ഇത് വളരെ ദൂരെ നിന്നും എടുത്തതാണ്. ഈ വെള്ളച്ചാട്ടം എന്നിട്ട് തട്ടായിട്ടാണ് ഒഴുകുന്നത്. ശരിക്കും ഒരാഴ്ച മഴയില്ലാഞ്ഞപ്പോഴേക്കും വെള്ളമെല്ലാം ഒത്തിരി കുറഞ്ഞു പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ 325 അടി പൊക്കമുള്ള അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടിത്തട്ടിൽ വന്നു. വെള്ളം കുറവാണെങ്കിലും ഇതിന് അപാര ഭംഗി തന്നെയായിരുന്നു കേട്ടോ. കാരണം അത്രയും പൊക്കത്തിൽ നിന്ന് ഇങ്ങനെ കുത്തി ഒലിച്ച് വരുന്നതുകൊണ്ടുണ്ടല്ലോ, ശരിക്കും നല്ല ഭംഗിയായിരുന്നു. ഈ പാറയുടെ മുകളിൽ എങ്ങനെ വെള്ളം വന്നു എന്നതാണ് എൻ്റെ സംശയം. ഈ വെള്ളച്ചാട്ടം ശരിക്കും അതിമനോഹരമായതും സേഫായതുമായ ഒരു വെള്ളച്ചാട്ടമാണ്. ഈവൻ കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാം ഇവിടെ വരാം. മലമുകളിൽ നിന്നും വരുന്ന വെള്ളം ഇങ്ങ് താഴെ വരുന്നതിന് മുമ്പായിട്ട് പാറയിൽ വീണ് തല്ലിച്ചിതറി പരന്നാണ് ഇതിൻ്റെ അടിവാരത്ത് വന്ന് പതിക്കുന്നത്. കൂടാതെ ഈ വെള്ളം വന്ന് വീഴുന്നിടം വിസ്താരമായി പരന്നു കിടക്കുന്നതിനാൽ താഴ്ചയും കുറവാണ്. സപ്പോസ് കൂടുതൽ വെള്ളം ഒഴുകി വരികയാണെങ്കിൽ അത് ഉടൻ തന്നെ താഴോട്ട് ഒഴുകിപ്പോകും. കാരണം ഇവിടെ ഒന്നും ശരിക്കും കുത്തനെ താഴ്ചയാണ്. അതുകൊണ്ട് ഇവിടെ അങ്ങോട്ട് ഒരു വെള്ളക്കെട്ടിൻ്റെ കാര്യം വരുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇതിൻ്റെ അടിത്തട്ടൊക്കെ ഞങ്ങൾക്ക് കാണാമായിരുന്നു. അപ്പോൾ അറിയാം വലിയ താഴ്ചയില്ലെന്നറിയാം. എന്നാലും വെള്ളത്തിൽ ഇറങ്ങാൻ ഇച്ചിരി പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒഴുക്കൊട്ടുമില്ല. കാരണം ഇത് വിസ്താരമായിട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ അടിത്തട്ട് നല്ലൊരു കുളം പോലെ ഒരു ലേക്കാണ്. അതുകൊണ്ട് ദേ കണ്ടോ, ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വെള്ളച്ചാട്ടത്തെ തൊട്ടുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കയറി നിൽക്കുന്നത്. എന്നാ ഒരു നിർവൃതിയായിരുന്നെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. വെള്ളച്ചാട്ടത്തിൽ ഞങ്ങൾ ചിലവഴിച്ച ചില നിമിഷങ്ങൾ. ശരിക്കും കേട്ടോ, ഞങ്ങളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യായിരുന്നു. ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാമെന്ന്. ഞങ്ങൾ പോയ ദിവസം ഞങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിവിടെ ശരിക്കും ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. കാറാനും കൂകാനും അതുപോലെ തന്നെ കുളിക്കാനും എല്ലാം കഴിഞ്ഞു. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി മാത്രമല്ല കേട്ടോ, ഈ മലമുകളിൽ നിന്നിട്ട് താഴോട്ട് നോക്കിയപ്പോഴത്തെ ഭംഗി പറഞ്ഞറിയിക്കാൻ വയ്യ. താഴെന്ന് പറഞ്ഞാൽ അഗാധ ഗർത്തം തന്നെയാണ്. ഇതിങ്ങോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഇവിടെ വന്നൊന്ന് കാണേണ്ടത് തന്നെയാണ്. ശരിക്കും നല്ല ഭംഗിയാണ്. ഈയിടെ മഴയൊക്കെ ഉണ്ടായിരുന്നതിനാൽ ചെടികളും മരങ്ങളും ഒക്കെ അങ്ങനെ പച്ച കളറിൻ്റെ പല ഷെയ്ഡുകളിൽ അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഇടയ്ക്ക് കുന്നുകളും ഇടയ്ക്ക് വലിയ മരങ്ങളും ബുഷസും എല്ലാമായിട്ട്. ഞങ്ങളിപ്പോൾ അവിടെ നിൽക്കുമ്പം തന്നെ ഇവിടുത്തെ വെള്ളമൊക്കെ കുറയുന്നുണ്ടായിരുന്നു കേട്ടോ. പാറയിൽ തെളിഞ്ഞു നിന്ന വെള്ളം കുറേ അങ്ങ് താഴോട്ട് പോകുന്നത് കണ്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരണമെങ്കിൽ വെള്ളമുള്ള സമയത്ത്, മഴയുള്ള സമയത്ത് തന്നെ വരികയായിരിക്കും നല്ലത്. പക്ഷേ എനിക്ക് തോന്നുന്നത് എത്ര വെള്ളമുണ്ടെങ്കിലും നമുക്കിവിടെ ഇറങ്ങാനായിട്ട് സാധിക്കും. കാരണം ഇതിൻ്റെ വെള്ളം വീണിട്ട് ഉള്ള ലേക്ക് വന്നിട്ട് വളരെ സ്മൂത്തായിട്ടും കാമായിട്ടുമുള്ള ഒരു ലേക്കാണ്. അപ്പം നമുക്ക് പ്രായമായവർക്കൊക്കെ ഇറങ്ങാം. അത് വലിയ വഴുക്കലും തെന്നലും ഒന്നുമില്ല. പാറയുടെ മുകളിലോട്ടൊക്കെ കയറാൻ നേരത്തെ ഇച്ചിരി തെന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം കയറാൻ. ഞങ്ങൾ എക്സ്ട്രാ കെയർഫുള്ളായിട്ടാണ് കയറിയത്. ഞങ്ങളാ കയറുന്നതൊക്കെ കണ്ടാലേ നിങ്ങൾക്കറിയാം ഇല്ലേ. വളരെ കെയർഫുള്ളായിട്ട് ഇറങ്ങി, കാരണം വീഴാനൊന്നുമുള്ള ചാൻസ് കൊടുക്കാതെ. ഞങ്ങൾ കുറേ പാറകളുടെയൊക്കെ മുകളിലൊക്കെ കയറി അങ്ങനെ കുറേ നേരം ഇതിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചിരുന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് കാറ് പാർക്ക് ചെയ്തെടുത്തോട്ട് വന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ കണിശമായിട്ടും ഇവിടെ വന്നാൽ ആത്മാവിനും മനസ്സിനും ഭയങ്കര സന്തോഷമായിരിക്കും കിട്ടുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബായ്.